വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവി കാണാൻ വേണ്ടി ചാലക്കുടി സുരഭി തിയേറ്ററിലെത്തി. ഇത് കയറാനുള്ള തിരക്കാണ്. നല്ല അത്യാവശ്യം ഹൗസ്ഫുള്ളാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കഴിഞ്ഞിട്ട് പറയാം റിവ്യൂ. ഇത് കഴിഞ്ഞിറങ്ങിയിട്ട് നെക്സ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഞങ്ങൾ കാണാൻ പോയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പേരുള്ള സിനിമയാണ്. ആ ടൈറ്റിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ആദ്യം ആകർഷിച്ചത്. കാരണം മക്കളൊക്കെ ആയ പിന്നെ ഞങ്ങള് മാത്രമായിട്ടൊരു സിനിമയ്ക്ക് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോ പോകുന്നത്. കാരണം മിക്കവാറും മോനൊരു വയസ്സ് തുടങ്ങിയും മോൾക്കൊരു വയസ്സ് തുടങ്ങിയും അവരെയും കൊണ്ടാണ് എല്ലാ സിനിമയ്ക്കും പോകാറ്. പാരൻസ് ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയാണ് പോകാറ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഈ സിനിമയുടെ റിലീസാണ്. വിനീത് ശ്രീനിവാസന്റെ ഫിലിം ആയതുകൊണ്ടാണ് നമ്മൾ കാണാമെന്ന് വിചാരിച്ചത്. വിനീത് ശ്രീനിവാസന്റെ ഫിലിമിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ. നല്ലൊരു തരനിര ഉണ്ട്. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസില്, പിന്നെ നിവിൻ പോളി, അങ്ങനെ നല്ലൊരു തരനിര ഉണ്ട് ഈ ഫിലിമിൽ. അജു വർഗീസ് എല്ലാവരും നല്ല റോള് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം മുതലേ തന്നെ നമുക്ക് വിനീത് ശ്രീനിവാസന്റെ സിനിമയിലുള്ള കുറെ എലിമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് ബേസിക്കലി പറയുന്നത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ ഇമോഷണൽ രംഗങ്ങളുണ്ട്, ഹ്യൂമർ ഉണ്ട്, കഥയുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം ആക്ച്വലി 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്, 2.25 മണിക്കൂർ ഉണ്ട്. പക്ഷെ നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യില്ല, ഇത്രയും ലെങ്ത് ആണ്. മൊത്തത്തിൽ നമുക്ക് ആ ഒരു നല്ലൊരു ഫീലാണ് ആ മൂവി കണ്ട് ഇറങ്ങുമ്പോൾ. അതിനകത്തുള്ള പാട്ടുകളാണെങ്കിലും പ്രത്യേകിച്ച് ഒരു പാട്ട് ഞാൻ പറയുന്നില്ല, സിനിമ കാണുന്നവരാണെങ്കിൽ കണ്ടോളൂ. അതിനകത്തൊരു പാട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ മനസ്സിൽ നിൽക്കുന്ന ഒരു ട്യൂണും പാട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഫിലിമിന്റെ സ്റ്റോറിയിലോട്ട് നമ്മൾ കിടക്കുന്ന ഫിലിമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ് അതിന്റെ ബേസിക്കലി. അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇന്ന് തന്നെ വേറെയും സിനിമകൾ റിലീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു ഏത് സിനിമയ്ക്ക് പോകണമെന്ന്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ആയതുകൊണ്ടും ഈ പേര് കൊണ്ടുമാണ് ഞങ്ങൾ ആദ്യം ഇതിനകത്ത് തന്നെ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വിനീത് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുള്ളത്. അതിന്റെ മേക്കിങ്ങും ബാക്കി ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ വളരെ നന്നായിട്ട് മികവ് പുലർത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഹാഫ് നമ്മള് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ എന്താ ഇതിനകത്ത് പറയാനുള്ളത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതിനെയും കടത്തി വെട്ടുന്ന സെക്കൻഡ് ഹാഫാണ്. പ്രത്യേകിച്ചും നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. വർഷങ്ങൾക്ക് ശേഷം പേര് പോലെ തന്നെ വർഷങ്ങൾക്ക് ഹിറ്റാണെന്ന് തോന്നുന്നു. നിവിൻ പോളിയുടെ രംഗങ്ങളെല്ലാം തിയേറ്ററിൽ ഫുൾ കയ്യടിയാണ്. അങ്ങനെയാണ് നിവിൻ പോളി ആക്ട് ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി ആ ഫിലിമിന് മൊത്തം ഹൈജാക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിങ്ങില്. എനിക്ക് തോന്നുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം തന്നെ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമുക്ക് ഈ വിഷുവിനും പെരുന്നാൾക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയ കൂട്ടത്തിൽ എന്തായാലും ഇത് മികച്ച് തന്നെ നിൽക്കും. ഒരുപാട് ഫാമിലീസ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മൊത്തം തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും എല്ലാവരും അതിനുശേഷം നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ ധ്യാൻ ശ്രീനിവാസിന്റെയും പ്രണവ് മോഹൻലാലിന്റെയും കോമ്പിനേഷൻ സീൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫിലിം ഇതാണെന്ന് ഫ്രണ്ട്ഷിപ്പും വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണിയുടെ ആണെങ്കിലും പ്രണവ് മോഹൻലാലിന്റെ കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് നല്ല രീതിയിൽ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ റോളാണെങ്കിൽ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ ആ സെക്കൻഡ് ഹാഫിൽ 30-40 മിനിറ്റ്സ് വളരെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഫിലിം കാണാന്ന് പറഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. എല്ലാ ഏജ് ലിമിറ്റിലും പറ്റിയ ഫിലിം. അപ്പൊ നമുക്ക് തിയേറ്ററിൽ എല്ലാവരും പോയി കാണാം. എല്ലാവരും പോയി കാണാം. താങ്ക് യു.